വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 1201 ആണ്ടിൽ മകം നാള് മുതൽ ഏകദേശം കേട്ട നാള് വരെയുള്ള അനിഴം കേട്ടവര മകന്നാള് മുതൽ കേട്ട നാള് വരെയുള്ളവരുടെ വിഷുഫലമാണ്. 1201 ആണ്ടിൽ ഇത്രയും നാളുകൾ മഹം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട ഇത്രയും നാളുകാർക്ക് ഉള്ള വിഷുഫലത്തിന്റെ അശുഭത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമുക്ക് ചിങ്ങക്കൂറിനെ നോക്കാം. മഹം, പൂരം, ഉത്രത്തിന്റെ ആദ്യ 15 നാഴിക ജനിച്ച വ്യക്തികൾക്ക് എന്തായിരിക്കാം? മഹം നാള്, പൂരം നാള്, ഉത്രത്തിന്റെ ആദ്യ 15 നാഴികയിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ശുഭമല്ല. വാക്കുകൊണ്ടുള്ള ശത്രുത ഉണ്ടാകും. 2ാം രാശിയിലോട്ട് ശനിയുടെ ദൃഷ്ടിയുണ്ട്. വ്യാഴം 12ലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വാക്കുകൊണ്ട് ശത്രുത, തൻ്റെ വാക്കുകൊണ്ട് താൻ തന്നെ എന്തെങ്കിലും പറഞ്ഞും തൻ്റെ അഭിപ്രായങ്ങൾ താൻ പ്രകടിപ്പിച്ചും തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ശത്രുത ഉണ്ടാകാതെ സൂക്ഷിക്കുക. വൃഥാവ്യയം, ഒരു കാര്യമില്ലാത്ത വ്യയം. 12 വ്യാഴമാണ്. പാപം വ്യഞ്ച പതനം, ചുമ്മാ ചെലവ്, നല്ലതല്ലാത്ത കാര്യത്തിന് ചെലവ്. കുടുംബത്തിനകത്തും അസ്വസ്ഥത ഉണ്ടാകും. കാര്യം വിഷു മുതൽ അങ്ങോട്ടുള്ള ഏകദേശം ഒരു 1.5 മാസത്തോളം തന്നെ ഇവർക്ക് അഗ്നിമാർദ്ദ യോഗം അഷ്ടമത്തിലുണ്ട്. ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമരാശിയായിട്ടുള്ള മീനത്തിൽ ശനിയുടെയും ചൊവ്വയുടെയും യോഗം, അത് കുടുംബരാശി ദൃഷ്ടിയുള്ളതുകൊണ്ട് കുടുംബത്തിനകത്തുള്ള ക്ലേശങ്ങളോ വാക്കുമൂലമുള്ള ദുരിതങ്ങളോ ഒക്കെ ഒന്ന് പ്രതീക്ഷിച്ചോണം. അത്ര ഗുണപ്പെട്ട കാലമല്ല തുടക്കം തന്നെ, വിഷുവിൻ്റെ തുടക്കം തന്നെ അവർക്ക്. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ ശത്രുത, 7ാം രാശിയിൽ പാവന നിൽക്കുന്ന വേണ്ടപ്പെട്ടവർ, സഹകരിക്കുന്നവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, തൻ്റെ കൂടെ ഉള്ളവർ, അവരുടെ ശത്രുത ഒന്ന് പ്രതീക്ഷിക്കുക. അന്യരോട് താൻ തന്നെ തീഷ്ണമായിട്ട് പെരുമാറും. ലഗ്നത്തിലെ കേതുവാണ്. ഹേതു വേണ്ട കേതുവിന്. ചന്ദ്രലഗ്നത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ പെരുമാറും. അങ്ങനെ വേണ്ടപ്പെട്ട ശത്രുതയും കൂടെ ഒക്കെ നേടും. ഒരു ഗുണവശം വളരെ കുറവുള്ള ഒരു വർഷമാണ്. നിങ്ങൾക്ക് വളരെ സൂക്ഷിക്കുക. മഹം, പൂരം, ഉത്രത്തിൻ്റെ കാലം. കാര്യമായി മഹാദേവനെ ഭജിക്കുക, സർപ്പപൂജ ചെയ്യുക, അതിനോടൊപ്പം ശനീശ്വര പൂജയും ചെയ്യുക, ശനീശ്വരനെയും ഭജിക്കുക. കാര്യമായി തന്നെ അവനവൻ്റെ ഭരദേവതയെ തൊഴുക. കാലദോഷമാണ്, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇനി അടുത്തത് കന്യക്കൂറിലോട്ട് കടന്നാൽ, കന്യക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രം എന്ന് വെച്ചാൽ ഉത്രത്തിൻ്റെ മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക. കന്യക്കൂറുകാർക്ക് തുടക്കത്തിൽ ശാരീരികമായ വൈഷമ്യങ്ങൾ ഉണ്ടാകും. വിഷു മുതൽ അങ്ങോട്ട് പൊതുവെ ഗുണകരമായ ഒരു വർഷമാണ്. എന്നാലും തുടക്കത്തിൽ ശാരീരികമായിട്ട് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഉദരവ്യാധിയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പ്രവൃത്തികളിലൊക്കെ ലാഭം ലഭിക്കും. 11 വ്യാഴമൊക്കെ ചെല്ലുന്ന ഒരു കാലഘട്ടം ആവുകൊണ്ട് എന്ത് ചെയ്യുന്നോ അതിൽ നിന്ന് ലാഭം കിട്ടും. മാത്രമല്ല മംഗളകർമ്മങ്ങൾ, കുടുംബത്ത് മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ നടത്താൻ വേണ്ടി ഇറങ്ങിയിട്ട് നടക്കാതിരുന്ന മംഗളകർമ്മങ്ങൾ, വിവാഹാദി കാര്യങ്ങളാവാം, മറ്റു വിഷയങ്ങളാവാം, അതിനൊക്കെ പറ്റിയ കാലമാണ്. ഗ്രഹയോഗമുണ്ട്, ഭൂമിയോഗമുണ്ട്. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാനും 11 വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വളരെ നല്ല ഒരു കാലമാണ്. അവനവൻ്റെ കർമ്മരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഗുണപ്പെട്ട കാലമാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുക, മഹാലക്ഷ്മിയെ തൊഴുക, ദുർഗാ ഭഗവതിയെ തൊഴുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗുണവശങ്ങൾ ഇരട്ടിപ്പിക്കാൻ ഫലം നൽകും. ഇനി തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ അവസാന 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴികയും പെടുന്ന നാളുകളാണ്. ചിത്തിര, ചോതി, വിശാഖം. ഇവർക്ക് വയറിനെ ബാധിക്കുന്ന രോഗങ്ങളൊന്ന് സൂക്ഷിക്കണം. കർമ്മരംഗത്ത് ശത്രുതയുണ്ടാകും. പ്രവൃത്തിയിൽ പരിവർത്തനം, എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നോ അതിൽ തന്നെയോ അത് വിട്ടുള്ള പരിവർത്തനം ഉണ്ടാകും. അതൊന്ന് സൂക്ഷിക്കുക. അല്ലെങ്കിൽ പരിവർത്തനത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, കർമ്മരംഗത്ത് പരിവർത്തനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല കാലമാണ്, അതിനിറങ്ങുക. അസ്ഥിരത ഉണ്ടാവും എല്ലാ കാര്യത്തിനും. സ്ഥിരമായ ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. കുടുംബത്തിനകത്ത് നല്ല പേരുണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അവരുടെ സഹായമൊക്കെ ധാരാളമായിട്ട് ലഭിക്കും. വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും യോജിച്ച കാലമാണ്. വാഹനങ്ങൾ വാങ്ങാനും യോജിച്ച കാലമാണ്. ഇവർ പൊതുവെ ഈ കാലഘട്ടത്തിൽ ഗണപതിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് വിശേഷമാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറിലോട്ട് കടന്നാൽ, വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്ന വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട ഈ നാളുകാരുടെ വിഷുഫലം എന്താണെന്ന് വെച്ചാൽ ഗുണകരമാണ്. മാത്രമല്ല കാലങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ
ഒന്ന് ആ മുടക്കം മാറ്റി തുടക്കം വയ്ക്കാൻ പറ്റിയ കാലമാണ്. പാരമ്പര്യമായി കിട്ടേണ്ട ധനമോ മറ്റു വിഷയമോ ഉണ്ടെങ്കിൽ അതിനും ഗുണകരമാണ്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് തടസ്സമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്കും അനുഭവത്തിൽ ഗുണമുള്ള കാലമാണ്. വിശാഖത്തിൻ്റെ അവസാന 15 നാഴികയും അനിഴം കേട്ട നാളുകാർക്കും. വൃശ്ചികക്കൂറുകാർക്ക് കുടുംബത്തിന് വേണ്ടി ഗുണപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. കുടുംബത്തിന് വേണ്ടി നല്ല വ്യയം ഉണ്ടാകും, ഗുണപ്പെട്ട കാര്യത്തിലുള്ള വ്യയം ഉണ്ടാകും. പിന്നെ അനാവശ്യമായ ചിന്തകൾ അലട്ടും. പൊതുവെ ഇവരെ സംബന്ധിച്ച് വൃശ്ചികക്കൂറെന്ന് വെച്ചാൽ തന്നെ ചന്ദ്രൻ നീചാവസ്ഥയിലാണ്. ചിന്തകൾ അനാവശ്യമായി ഉണ്ടാകും. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. വയറിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഒന്ന് സൂക്ഷിക്കുക. വയറിനെ ബാധിക്കുന്നതും ഹൃദയ സംബന്ധവുമായ രോഗങ്ങൾ ഒന്ന് സൂക്ഷിക്കുക. ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ പൊതുവെ ഈ കാലഘട്ടത്തിൽ ആരാധിക്കേണ്ടത് ശിവനെയാണ്. ശിവനെ ആരാധിക്കുക. കാര്യമായി തന്നെ തിങ്കളാഴ്ചകളിൽ പ്രദോഷ ദിനങ്ങളിലൊക്കെ ശിവന് അഭിഷേകാദി കാര്യങ്ങൾ നടത്തി ഭഗവാനെ ആരാധിക്കുന്നത് ഗുണങ്ങൾ തടസ്സമില്ലാതെ കിട്ടുന്നതിന് ഉപയോഗപ്പെടും. വർക്കല സ്വസ്തിക് ജ്യോതിഷത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.